ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ ക്ലാസ്സിന്റെ ഒരു ക്ലാസ്സുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു പീരീഡിൽ ബ്ലോക്ക് 2 ഓളം തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാനായിട്ടുള്ളത് ബ്ലോക്ക് 3 ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 അങ്ങനെ പോവാണ്. അതിനുള്ളിലാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വരുന്നത്. അതിൽ ബ്ലോക്ക് 2 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാനായിട്ടുള്ളത് ബ്ലോക്ക് 3 ആണ്. അപ്പൊ ഇഗ്നോയിലെ കുട്ടികളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് ബ്ലോക്ക് 3 വേദിക് പീരീഡ് ആൻഡ് കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്. അതിലെ ചാപ്റ്റർ വരുന്നത് യൂണിറ്റ് 8 ആണ്. ശ്രദ്ധിച്ചു തന്നെ പോവുക, കാരണം കൺഫ്യൂഷൻ വരരുത്. ബ്ലോക്ക് 2 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ബ്ലോക്ക് 3 ആണ്. BHIC 101. അതേപോലെ ഇതിലും പ്രധാനപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചാപ്റ്ററിലോട്ട് പോവാം. യൂണിറ്റ് 8 വേദിക് പീരീഡ് 1. നമുക്കറിയാം വേദിക് പീരീഡ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈദിക കാലഘട്ടം അല്ലെങ്കിൽ വൈദിക സംസ്കാരം ഒക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ വൈദിക സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് ഉണ്ടായിരുന്ന അവരുടെ ഒക്യുപ്പേഷൻ എന്താണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ എന്താണ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ റിലീജിയൻ, ഫെയ്ത്ത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഋഗ്വേദ പീരീഡ്. നമുക്കറിയാം അല്ലെ, വേദങ്ങൾ എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ടെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഋഗ്വേദ, സമവേദ, അഥർവവേദ, യജുർവേദ, അങ്ങനെ കുറെ കാര്യങ്ങള്. അതുപോലെ വർണ്ണാസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അങ്ങനെ കുറെ പഠിച്ചു. ഇതെല്ലാം വരുന്നത് നമ്മുടെ വേദിക് പീരീഡിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു 5 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത് ഋഗ്വേദ പീപ്പിളിന്റെ ആ ഒരു എക്കണോമി ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, വൈദിക പീരീഡിലുള്ള അവരുടെ സവിശേഷതകൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അതുപോലെ ഫാമിലി ലൈഫ്, ഇക്കോണമി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ വസ്ത്രധാരണം, പിന്നെ അതുപോലെ തന്നെ അവരെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം, ലിറ്റററി സോഴ്സസിലൂടെയല്ലേ അവരെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ, അത് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ ലിറ്റററി സോഴ്സിലൂടെ മാത്രമല്ല ആർക്കിയോളജി സോഴ്സസിലൂടെയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് അവരുടെ പീരീഡിൽ രാജാവിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി, രാജാവിന്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനും പറ്റുന്ന ഒരു പാഠമാണ്, പക്ഷെ അത്യാവശ്യം എഴുതാനായിട്ട് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വെയർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി എക്കോണമി ആൻഡ് ഋഗ്വേദ പീരീഡ്. ഋഗ്വേദ പീപ്പിളിന്റെ ഇക്കോണമി എങ്ങനെയായിരുന്നു, സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ എഴുതാനായിട്ടുള്ളത് ദ ഏർലി വേദിക് സൊസൈറ്റി വാസ് പാസ്റ്ററൽ. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഇടയ പരിപാലനമായിരുന്നു. അതായത് കന്നുകാലികളെ വളർത്തുക ആയിരുന്നു അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഋഗ്വേദ പീപ്പിളിന്റെ പീരീഡിൽ അവരുടെ ഒക്യുപ്പേഷൻ എങ്ങനെയായിരുന്നു, കാറ്റിൽ റിയറിംഗ് ആണ്. കാറ്റിൽ റിയറിംഗ് എന്ന് പറയുമ്പോൾ കന്നുകാലികളെ വളർത്തുക. പിന്നെ എങ്ങനെയായിരുന്നു അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അനിമലിനെ എന്ത് ചെയ്യും, അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻകം എന്ന് പറയുന്നത് എന്താണ്, അനിമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൃഗങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത്, മൃഗസമ്പത്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. കാരണം മൃഗങ്ങളെയാണ് അവർ കൂടുതലായിട്ട് വളർത്തിയിരുന്നത്. അതിൽ നിന്നുള്ള ഇൻകത്തിന് വേണ്ടിയിട്ടാണ് അവർ, ആ ഇൻകത്തിലൂടെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു കാറ്റിൽ റിയറിംഗ് പീരീഡ് ആയിരുന്നു, അല്ലെങ്കിൽ പാസ്റ്ററൽ പീരീഡ് ആയിരുന്നു. കാരണം ഇടയ പരിപാലനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന പീരീഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ അത് മാത്രമായിരുന്നു അവരുടെ ഓക്യുപ്പേഷൻ അല്ല. ഒന്നാമത്തെ നമ്മൾ നോക്കി എന്തായിരുന്നു, കാറ്റിൽ റിയറിംഗ്, കന്നുകാലി പരിപാലനം. രണ്ടാമത് അഗ്രികൾച്ചർ, കൃഷി ഉണ്ടായിരുന്നു അവർക്ക്. എങ്ങനെയായിരുന്നു കൃഷി? ദ ഋഗ്വേദ പീപ്പിൾ ആൾസോ പ്രാക്ടീസ് അഗ്രികൾച്ചർ സപ്ലിമെന്റ് ദെയർ ഫുഡ് റിക്വയർമെന്റ്. അവരുടെ ആവശ്യത്തിനായിട്ടുള്ള, അവർക്ക് എന്താണോ ആവശ്യം അതിനുള്ള ഫുഡ് അവർ തന്നെ എന്ത് ചെയ്തു, കൃഷി ചെയ്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് എന്താണോ ആവശ്യം അതിനുള്ള അവരുടെ ഫുഡ് പ്രൊഡക്ഷൻ അവർ ചെയ്തിരുന്നു. അപ്പൊ ഋഗ്വേദ പീപ്പിളിന് എന്തിനുള്ള പീരീഡ് അവർക്ക് എന്തിനുള്ള കഴിവുണ്ടായിരുന്നു, കൃഷി ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 2 ആയി. ഒന്ന് കാറ്റിൽ റിയറിംഗ്, രണ്ടാമത്തത് അഗ്രികൾച്ചർ, മൂന്നാമത്തത് ബാർട്ടർ സിസ്റ്റം. നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, നമുക്കറിയാം ഒരു കൈമാറ്റ സമ്പ്രദായം എന്നാണ് പറയുന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കൈമാറ്റ സമ്പ്രദായമായിരുന്നു. ഈ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോ ഇതും ഏത് പീരീഡിൽ ഉണ്ടായിരുന്നു? ലേറ്റർ വേദിക അല്ലെങ്കിൽ എന്താണ്
ഋഗ്വേദ പീപ്പിളിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. ബാർട്ടർ സമ്പ്രദായം നാണയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മെത്തേഡായിരുന്നു. കാരണം ഇത് അത്രത്തോളം പോസിബിൾ ആയില്ല. കാരണം മൂല്യം, വാല്യൂ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണക്കാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു, അഫക്റ്റ് ചെയ്തു പീപ്പിൾസിനെ. അതുകൊണ്ടാണ് ബാർട്ടർ സമ്പ്രദായത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തിന്റെ ആവിർഭാവം വന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിച്ചത്, കോയിൻസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നാണയങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിനുള്ളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, നാണയങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി ഓഫ് കോയിൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് കറൻസി എന്നൊക്കെ പറയുന്നത് ഏതായിരിക്കും, ന്യൂമിസ്മാറ്റിക്സ്. ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്, ന്യൂമിസ്മാറ്റിക്സ് എന്നാണ്. ഒരു ചെറിയൊരു ഓൺ വേർഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ബാർട്ടർ സിസ്റ്റം ആണ് അല്ലെ. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം. അതായത് എന്റെ കയ്യില് എന്താണ്, ഒരു മാങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് എന്തായിരുന്നു, ഒരു ചക്കയാണെങ്കിൽ ഞാൻ ഇത് ചക്ക ഉള്ള ഒരു ആളുടെ കയ്യിലേക്ക് എന്റെ മാങ്ങ എന്ത് ചെയ്യും, കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ചക്ക ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, വാങ്ങിക്കും. മനസ്സിലായോ? എന്നിട്ട് വേറൊരാൾക്ക് എന്റെ കയ്യിലുള്ള ചക്കയ്ക്കാണ് ഇഷ്ടമാണെങ്കിൽ, എന്റെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് അയാളുടെ കയ്യിലുണ്ട് എങ്കിൽ, എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, വാങ്ങിക്കും. ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ബാർട്ടർ സമ്പ്രദായത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ബാർട്ടർ സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു, വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കാറ്റൽ റിയറിംഗ്. കാറ്റൽ റിയറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇടയ പരിപാലനമായിരുന്നു അല്ലെ. ഇടയ പരിപാലനം എന്ന് പറയുന്നത് എന്താണ്, കന്നുകാലികളെ വളർത്തുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ആരെയൊക്കെയാണ് അവർ വളർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റിനെ വളർത്തി, അതുപോലെ ഷീപ്പ്, ഗോട്ട്, അതുപോലെ ഹോഴ്സ്, ഇതിനെല്ലാം എന്ത് ചെയ്തു, അവർ ഇണക്കി വളർത്തിയിരുന്നു. കൂടാതെ ഇതിനെ ഇണക്കി വളർത്താൻ കാരണം എന്തിനാണ്, വെറുതെ ആണോ, അല്ല, അവർക്ക് മീറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മിൽക്കിന് വേണ്ടിയിട്ടും അല്ലെ, മീറ്റ്, മിൽക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്ത്, തോല് അല്ലെ, മീറ്റ്, അതുപോലെ തന്നെ മിൽക്ക്, അതുപോലെ തന്നെ ഹൈഡ്സ്, തോല്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടുണ്ട്. ദ കൗ വാസ് കൺസിഡർ ദ മോസ്റ്റ് വാല്യുബിൾ പ്രോപ്പർട്ടി ആൻഡ് വാസ് കാൾഡ് ഗോദാന ഓർ വെൽത്ത് കൗ. ഇനിയുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതായത് കൗ എന്താണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒക്യുപ്പേഷൻ അനിമൽ എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു, കൗ ആയിരുന്നു. കൂടുതൽ പശുക്കളെയാണ് അവർ ഇണക്കി വളർത്തിയിരുന്നത്. പശുക്കളെ ഇണക്കി വളർത്തിയപ്പോൾ ഇവർ എന്ത് ചെയ്തു, ആ ഒരു പ്രോപ്പർട്ടിനെ അല്ലെങ്കിൽ അവരുടെ പശു സമ്പത്തെ അല്ലെങ്കിൽ കന്നുകാലി സമ്പത്തിനെ വിളിച്ചിരുന്ന പേരാണ് ഗോദാന. എന്തായിരുന്നു, ഗോദാന. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് കൗ. കൗവിന്റെ അല്ലെങ്കിൽ പശുവിന്റെ എന്താണ്, സമ്പത്ത്, വെൽത്ത് ഓഫ് കൗ എന്നാണ് അറിയപ്പെടുന്നത്. ഗോദാന എന്ന് പറയുന്നത് എന്താണ്, കാറ്റൽ റിയറിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയാണ് എന്ത് വിളിക്കുന്നത്, ഗോദാന എന്ന് വിളിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഋഗ്വേദ പീപ്പിളിന്റെ എന്താണ് സൈലന്റ് ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തത് ഏതായിരുന്നു, അഗ്രികൾച്ചർ. രണ്ടാമത്തത് ബാർട്ടർ സിസ്റ്റം. മൂന്നാമത്തത് കാറ്റൽ റിയറിംഗ്. ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പക്ഷെ നോക്കിയത് അല്ലെ. കാറ്റൽ റിയറിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരുന്നു, കാറ്റൽ റിയറിംഗ് ആയിരുന്നു. ഓക്കെ, അവർ ഏതൊക്കെ അനിമൽസിനെയാണ് വളർത്തിയത്, ഇവിടെ പറയുന്നുണ്ട്, കാറ്റിനെയും ഷീപ്പിനെയും ഗോട്ടിനെയും ഹോഴ്സിനെയും അല്ലെ, കുതിരകളെ വരെ ഇണക്കി വളർത്തിയിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, മീറ്റിന് വേണ്ടിയിട്ടും മിൽക്കിന് വേണ്ടിയിട്ടും ഹൈഡ്സിന് വേണ്ടിയിട്ടും, ഇറച്ചിക്കും അതുപോലെ തന്നെ പാലിനും തോലിനും ഒക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. ഓക്കെ, ആ പ്രോപ്പർട്ടിനെ എന്ത് വിളിച്ചു, ഗോദാന എന്ന് വിളിച്ചു. ശ്രദ്ധിച്ചിരിക്കുക, ആ പ്രോപ്പർട്ടിനെ എന്ത് വിളിച്ചു, ഗോദാന എന്ന് വിളിച്ചു. ദ വെൽത്ത് ഓഫ് കൗ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കിക്കേ, കാറ്റിൽ വാസ് ചീഫ് മെഷേഴ്സ് ഓഫ് വെൽത്ത് ആൻഡ് ദ വെൽത്തി മാൻ ഹു ഓൺഡ് മെനി കാറ്റിൽ വാസ് കാൾഡ് ഗോമത്. ധാരാളം കാറ്റിൽസ് ഉണ്ട് എങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ, അതായത് ധാരാളം അനിമൽസ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ എന്താണ്, കന്നുകാലികൾ ഉള്ള ആൾക്കാരെ, ഇഷ്ടംപോലെ കന്നുകാലികൾ സമ്പത്ത് ഉള്ള വ്യക്തികളെ വിളിച്ച പേരാണ് ഗോമത്. GOMAT. ഓക്കെ, ധാരാളം കന്നുകാലികൾ ഉള്ള പേഴ്സണിനെ വിളിച്ച പേരെന്താണ്, ഗോമത് എന്നാണ് അല്ലെ. ദ വേദിക് ഗോഡ് ഇന്ദ്ര വാസ് ഇൻവോക്ഡ് റിലീസ് ഓഫ് കാറ്റിൽ. ഇനി എന്താണ്, ഇവർ ഏത് ദൈവത്തെയാണ് ആരാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വർഷിപ്പ് ഗോഡ് എന്ന് പറയുന്നത് ഇന്ദ്രദേവനെയായിരുന്നു. ഏത് ദൈവത്തെയാണ്, ഇന്ദ്രദേവനെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. ദിസ് റെഫറൻസ് സജസ്റ്റ് കാറ്റിൽ റൈറ്റ്സ് ആൻഡ് ദ കോമൺ രാജ ആൻഡ് ചീഫ് ഓഫ് കാൾഡ് ഗോപതി ഓർ ആൾസോ. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവരുടെ എന്താണ്, ധാരാളം വെൽത്തുള്ള അല്ലെങ്കിൽ കന്നുകാലികളുടെ സമ്പത്തുള്ളവരെ വിളിച്ച പേരെന്താണ്, ഗോമത് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി ഇവർക്ക് എന്തായിരുന്നു, ദ ഋഗ്വേദിക് പീപ്പിൾ പ്രാക്ടീസ്ഡ് മെനി പ്രൊവിഷൻസ്. ഋഗ്വേദിക് പീപ്പിൾ എന്തായിരുന്നു, ധാരാളം പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ കന്നുകാലി വളർത്തൽ മാത്രമല്ല, എന്തൊക്കെയായിരുന്നു, പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതന്മാരായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഫാമേഴ്സ്, കൃഷിക്കാരായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഹണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വേട്ടക്കാരായിട്ട് അവരെന്താ അവരുടെ സേവനം
അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ബാർബേഴ്സ് അതുപോലെ തന്നെ സ്വിങ് വീവിങ് ഇതിനുള്ള കഴിവ്, നെയ്ത്ത് അതുപോലെ തന്നെ എന്താണ് നൂൽപ്പ് ഇതെല്ലാം അവർക്ക് ഇതിനുള്ള എല്ലാം കഴിവ് ഈ പീപ്പിൾസിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏത് പീപ്പിൾസിനാണ്? ഋഗ്വേദിക് പീപ്പിൾ അല്ലെങ്കിൽ വേദിക് പീരീഡിലെ പീപ്പിൾസിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വേദിക് പീരീഡിലെ പീപ്പിൾ എങ്ങനെയായിരുന്നു? പ്രാക്ടീസ് മെനി പ്രൊവിഷൻസ്, ധാരാളം സേവനം അവര് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രൊഫഷൻ മാത്രമല്ല അവർക്ക് അറിയാവുന്നുണ്ടായിരുന്നത്, ഒരുപാട് അവർ യുദ്ധത്തിന് പോയിട്ടുണ്ട്, അവർ പുരോഹിതന്മാരായിട്ടുണ്ട്, പിന്നെ കൃഷിക്കാരായിട്ടുണ്ട്, അതുപോലെ നെയ്ത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വീവിങ് ചെയ്യാനൊക്കെ അറിയായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് എന്തൊക്കെയായിരുന്നു സൈലന്റ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. അവിടെ ഫീച്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ, ബാർട്ടർ സിസ്റ്റം, കാറ്റൽ റിയറിംഗ്, അതുപോലെ ധാരാളം സമ്പത്തുള്ള അല്ലെങ്കിൽ കാര്യസമ്പത്തുള്ളവരെ വിളിച്ച പേര് ഗോമത്. അതുപോലെ തന്നെ അവർക്ക് അതിനു വേണ്ടിയിട്ട് അവർ ധാരാളം പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. പ്രാർത്ഥിച്ചിരുന്ന ദൈവം ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു. അല്ലെ, ഇവർക്ക് ഇതിന് മാത്രമുള്ള കഴിവ് മാത്രമല്ല വേറെയും പ്രൊവിഷൻസ് അവർ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്ര എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡിസ്കസ് 5 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഏർലി വേദിക് പീരീഡ്. 5 പ്രധാനപ്പെട്ട സവിശേഷതകൾ എഴുതാനാണ് ചോദിക്കുന്നത്. 5 പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് റിലീജിയൻ, പോയിന്റ് ഇട്ട് എഴുതി വെക്കുക. ഒന്നാമത്തത് റിലീജിയൻ. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ച ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നോക്കി 5 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഋഗ്വേദ പീപ്പിളിന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വേദിക് പീരീഡിലെ പീപ്പിൾസിന് എങ്ങനെയാണ്? ഒന്നാമത്തെ റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? മതം. രണ്ടാമത്തത് എങ്ങനെയായിരുന്നു? ഫാമിലി. മൂന്നാമത്തത് ഇക്കോണമി. നാലാമത്തത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അഞ്ചാമത്തത് ക്ലോത്തിങ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒന്നാമത്തത് റിലീജിയൻ, രണ്ടാമത്തത് ഫാമിലി, മൂന്നാമത്തത് ഇക്കോണമി, നാലാമത്തത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അഞ്ചാമത്തത് ക്ലോത്തിങ്. ഇത്രയുമാണ് 5 എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിലീജിയൻ നോക്കിക്കേ. റിലീജിയൻ എന്താണെന്ന് നോക്കാം. ദ ഏർലി വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ്ഡ് നാച്ചുറൽ ഫോഴ്സസ് സച്ച് എസ് എർത്ത്, ഫയർ, വിൻഡ്, റെയിൻ ആൻഡ് തണ്ടർ. അപ്പൊ ഏർലി വേദിക് പീരീഡിലെ അല്ലെങ്കിൽ എന്താണ് ആ സമയത്തുണ്ടായിരുന്ന പീപ്പിൾസിന്റെ വേർഷിപ്പ് രീതി അല്ലെങ്കിൽ ആരാധന രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നാച്ചുറൽ ഫോഴ്സസിനെയാണ് അവർ ആരാധിച്ചിരുന്നത്. പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. പ്രകൃതി ശക്തികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? മഴയെയും മഞ്ഞിനെയും അതുപോലെ തന്നെ എന്താണ് കാറ്റിനെയും അതുപോലെ തന്നെ തണ്ടർ, ഇടി, മിന്നല് ഇതിനെയെല്ലാം അവർ ആരാധിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു ജനതയായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, അവരുടെ റിലീജിയൻ എങ്ങനെയായിരുന്നു? നാച്ചുറൽ വർഷിപ്പ് ആയിരുന്നു. പ്രകൃതിയിലെ ശക്തികളെ അല്ലെ, സൂപ്പർ സിറ്റുവേഷൻസ്, അന്ധവിശ്വാസങ്ങളെയും പ്രകൃതിയിലെ ശക്തികളെയും ഒക്കെ ആരാധിച്ചിരുന്ന പീപ്പിൾസ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഇവിടത്തെ അല്ലെങ്കിൽ എന്താണ് ഋഗ്വേദിക് പീപ്പിളിലെ അല്ലെങ്കിൽ ഏർലി വേദിക്കിലെ ആൾക്കാരുടെ ആ ഒരു റിലീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദി ബിലീവ്ഡ് ഇൻ 33 ഗോഡ്സ് ആൻഡ് ഗോഡസ്. 33ഓളം ഗോഡുകളും അതുപോലെ തന്നെ ദേവതകളും ഉണ്ട് അല്ലെ. 33ഓളം ദൈവങ്ങളും ദേവതകളും ഉണ്ട് എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. വിച്ച് ആർ ഡിവൈഡഡ് ഇൻടു 3 കാറ്റഗറീസ്. ഇവര് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടെറസ്ട്രിയൽ എന്നും ഏരിയൽ എന്നും സെലസ്റ്റിയൽ. അതായത് ഗ്രഹങ്ങളിലുള്ളതും അതുപോലെ തന്നെ എന്താണ് ഭൂമിയിലുള്ളതും അതുപോലെ തന്നെ ആകാശത്തിലുള്ള ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളെ കാറ്റഗറി ചെയ്ത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരാധിച്ചിരുന്നു. സം പ്രൊമിനന്റ് ഡേറ്റീസ് ആൻഡ് ഇന്ദ്ര ആൻഡ് വേരിയർ ഗോഡ് ഹെവൻസ് ആൻഡ്, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രദേവനെയും അതുപോലെ തന്നെ ഹെവൻസ് സ്വർഗത്തെയും അതുപോലെ അഗ്നി, ഫയർ അല്ലെ, നമുക്കറിയാം എന്താണ് തീനെയൊക്കെ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു. ഒരുപാട് എന്താണ് യാഗങ്ങൾ കഴിച്ചിരുന്നു, സാക്രിഫൈസ് അല്ലെ. മിത്ത് അന്ധവിശ്വാസങ്ങളിലൊക്കെ അവർ ആരാധിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാറ്റഗറി ജനതയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഏർലി വേദിക് പീപ്പിളിലെ ജനങ്ങളുടെ എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്? റിലീജിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 5 കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ ഒന്നാമത്തേതാണ് നമ്മളിപ്പോ ഡിസ്കസ്. ഇനിയുണ്ട് 4 എണ്ണം. ഒന്നെന്താണ്? റിലീജിയൻ. ഇപ്പൊ റിലീജിയൻ എന്തൊക്കെയാണ് നോക്കിയത്? ഒന്നുമില്ല, അവരുടെ വർഷിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? നാച്ചുറൽ വർഷിപ്പ് ആയിരുന്നു. പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചിരുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ആരാധിച്ചിരുന്നു. 33ഓളം എന്താണ് ദൈവങ്ങളും അതുപോലെ തന്നെ ദേവതകളും ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഗ്രഹത്തിലുള്ളതും അതുപോലെ തന്നെയാണ് ആകാശത്തിലുള്ളതും പിന്നെ എന്താണ് പ്രകൃതിയിലെ ശക്തികളായ കാറ്റിനെയും ഇന്ദ്രഭഗവാനെ ഒക്കെ അവർ ആരാധിച്ചിരുന്നു.
തീ ആരാധിച്ചിരുന്നു, സാക്രിഫൈസ് നടത്തിയിരുന്നു, യാഗങ്ങൾ നടത്തിയിരുന്നു. യാഗങ്ങൾ അറിയാലോ, അതായത് ദേവതകൾക്കും ദേവന്മാർക്കും ഇഷ്ടപ്പെട്ട വസ്തുക്കളെ എന്ത് ചെയ്യുക, അവരുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്ന രീതിയായിരുന്നു സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇതെല്ലാം അവർ ആരാധിച്ചിരുന്നു. ഓക്കെ, ഇതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫാമിലി. അവരുടെ ഫാമിലി എങ്ങനെയായിരുന്നു? പാട്രിയാർക്കൽ അല്ലെ? പാട്രിയാർക്കൽ എന്ന് പറയുന്നത് എന്താണ്? പുരുഷ മേധാവിത്വമുള്ള ഒരു ഫാമിലി ലൈഫായിരുന്നു. സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല, ഉണ്ട്, താഴെ തട്ടിലായിരുന്നു. വേദിക് പീപ്പിളിന്റെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് പാട്രിയാർക്കൽ ആണ്. ജോയിൻ വിത്ത് ദ എൽഡസ്റ്റ് പേഴ്സൺ. ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അതില് ഹെഡ് എന്ന് പറയുന്ന ഒരു എൽഡസ്റ്റ് പേഴ്സൺ ആയിരുന്നു. അതായത് കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന ആളായിരുന്നു എന്താണ് പറയുന്നത്, ഉയർന്നു നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ വിളിച്ച പേരാണ് ഗൃഹപതി. ഓക്കെ, അദ്ദേഹത്തെ വിളിച്ച പേരെന്താണ്? ഗൃഹപതി എന്നാണ് വിളിച്ചത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സെർവിങ് ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഫാമിലിയിലെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വേദിക് ഫാമിലിയാണ്. വേദിക് ഫാമിലി വാസ് പാട്രിയാർക്കൽ ആൻഡ് ജോയിൻ വിത്ത് ദ എൽഡസ്റ്റ് പേഴ്സൺ കാൾഡ് ദ ഗൃഹപതി സെർവിങ് ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ശ്രദ്ധിച്ചിരിക്കാം, ഫാമിലി ലൈഫ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പാട്രിയാർക്കൽ ഫാമിലി. ഋഗ്വേദ പീപ്പിളിന്റെ ഫാമിലി ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്രിയാർക്കൽ ഫാമിലിയാണ്. അതായത് പുരുഷ മേധാവിത്വമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഫാമിലിയിലെ പുരുഷന്മാർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, അതിൽ എൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്താക്കുന്നു? ഫാമിലിയിലെ ഏറ്റവും കാരണവർ എന്നൊക്കെ പറയുന്ന ആ പദവി കൊടുക്കുന്നു. അദ്ദേഹത്തെ വിളിച്ച പേര് ഗൃഹപതി എന്ന് വിളിച്ചു. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? സെർവ് ചെയ്തു. ഹെഡാണ്. ആ ഫാമിലിയിലെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഇക്കോണമി. ഇക്കോണമി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ഇക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളല്ലേ ഇതിൽ വരെ. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാറ്റൽ റിയറിംഗ് അല്ലെ? അത് തന്നെയാണ് ഇവരുടെ ഇക്കോണമി ലൈഫ് എന്ന് പറയുമ്പോൾ. അഗ്രികൾച്ചർ ആണ്, കാറ്റൽ റിയറിംഗ് ആണ്. ഇന്നത്തെ പോലെ എന്താണ് പോലീസ്, ഡ്രൈവർ അങ്ങനെയുള്ള ഒരു ഒക്യുപ്പേഷൻ അല്ല ഇവരുടെ ജോലി. ഇവരുടെ ജോലി എങ്ങനെയാണ്? സാധാരണക്കാരാണ്. അവരുടെ ജോലി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചർ ആണ്, കൃഷി ചെയ്യും. അതുപോലെ തന്നെ കന്നുകാലികളെ ഇണക്കി വളർത്തും. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും, അവരെന്തെങ്കിലും കിട്ടും, അതിനെ എന്ത് ചെയ്യും? കുഴിച്ചിട്ട് അതിനെന്ത് ചെയ്യും? വളർത്തി. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെറ്റിൽഡ് ലൈഫായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു പാസ്റ്ററലിസം ആണ്. ദേ യൂസ്ഡ് ഹോഴ്സ്. എന്താണ്? നിലം ഉഴാൻ വേണ്ടിയിട്ട് കുതിരകളെ, അതുപോലെ തന്നെ എന്താണ് കാളകളെ ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ്? കോട്ടൺ, ഊൾ, അതായത് പരുത്തി കൃഷിയൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇക്കോണമി എങ്ങനെയായിരുന്നു? ദ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എയർലി വേദി പീപ്പിളിന് എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. അഗ്രികൾച്ചർ കാറ്ററിംഗ് റിയറിംഗ്, അതായത് കൃഷിക്കും അതുപോലെ തന്നെ എന്താണ് ഇടയപരിപാലനം പ്രാധാന്യം കൊടുത്തു. അത് മാത്രമല്ല എങ്ങനെയായിരുന്നു? നില ഉഴുന്നതിന് വേണ്ടിയിട്ട് ഹോഴ്സിനെയൊക്കെ ഉപയോഗിച്ചു. പിന്നെ എങ്ങനെയായിരുന്നു? കോട്ടൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ പരുത്തി കൃഷി അവർ എന്ത് ചെയ്തിരുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ? ദ ഏർലി വേദി സൊസൈറ്റി ഹാഡ് 2 ബോഡീസ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അവരുടെ ഭരണത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സഭയെന്നും അതുപോലെ തന്നെ സമിതി എന്നും. ഇത് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് സഭയും സമിതിയും. ഓക്കെ, അവരുടെ സൊസൈറ്റിനെ എത്ര തിരിക്കുന്നുണ്ട്? 2 ബോഡീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. സഭയെന്നും സമിതി എന്നും. സഭ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇവിടെ പറയുന്നുണ്ട് വിച്ച് വാസ് ദ കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ആൻഡ് ദ സമിതി വിച്ച് വാസ് ജനറൽ അസംബ്ലി ഓഫ് പീപ്പിൾ. ദ ഏർലി വേദിക് സൊസൈറ്റി ഹാഡ് 2 ബോഡീസ്. സഭ എന്നും അതുപോലെ തന്നെ വിച്ച് ഈസ് ദ കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ആൻഡ് ദ സമിതി വിച്ച് വാസ് ദ ജനറൽ അസംബ്ലി ഓഫ് പീപ്പിൾ. അപ്പൊ നോക്കിക്കേ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സഭയെന്നും സമിതി എന്നും തിരിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലില് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സഭയെന്നും സമിതി എന്നും. ശ്രദ്ധിച്ചിരിക്കുക, സഭ എങ്ങനെയായിരുന്നു? എൽഡേഴ്സിന്റെ ആ ഒരു കാറ്റഗറിനെ അല്ലെങ്കിൽ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ലൈഫിനെ എന്ത് വിളിച്ചു? സഭയെന്നും. സമിതി എങ്ങനെയായിരുന്നു? ജനറൽ അസംബ്ലി എന്ത് വിളിച്ചു? സമിതി എന്നും വിളിച്ചു. അപ്പൊ ഇതാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ക്ലോത്തിങ് ആയിരുന്നു. അവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു എന്നാണ്. ക്ലോത്തിങ് എങ്ങനെയായിരുന്നു? ദ വേദിക് പീപ്പിൾ ഓർ ക്ലോത്ത് കാൾഡ് നിവി. അവരുടെ ആ ഒരു എന്താണ് അവരുടെ വസ്ത്രധാരണത്തെ വിളിച്ച പേര് നിവി എന്നാണ്. നിവി അല്ലെങ്കിൽ വാസം, അതുപോലെ തന്നെ അതിരസം ആൻഡ് ട്രാപ്പി, അങ്ങനെയൊക്കെയുള്ള ദ്രബി മെയ്ഡ് ഫ്രം കോട്ടൺ. ഇങ്ങനെ അവരുടെ വസ്ത്രധാരണത്തെ വിളിച്ച പേരുകൾ ശ്രദ്ധിച്ചിരിക്കുക. നിവി എന്നും അതുപോലെ തന്നെ എന്താണ് വാസം എന്നൊക്കെയാണ് വിളിച്ചത്. കാരണം ഈ ഇവിടെ ഈ വസ്ത്രധാരണം എല്ലാം ചെയ്തിരുന്നത് എങ്ങനെയാന്ന്? കോട്ടണിലും ഊളിലും അതുപോലെ തന്നെ അനിമലിന്റെ ഹൈഡിലും ഒക്കെയാണ്.
അതായത് കോട്ടൺ പരുത്തി കൊണ്ടും അതുപോലെ തന്നെ ഊള് കൊണ്ടും, ഊളെന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ചെമ്മരിയാടിന്റെ തോല്, അതുപോലെ മറ്റു മൃഗങ്ങളുടെ തോല്, ഇതിലൊക്കെയാണ് എന്ത് ചെയ്തത്, അവരുടെ വസ്ത്രധാരണം നിർമ്മാണം നടത്തിയിരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദ വേദിക് പീപ്പിളിന്റെ ക്ലോത്ത് എങ്ങനെയായിരുന്നു? ക്ലോത്തിനെ വിളിച്ച പേരെന്തായിരുന്നു? നിവി എന്നും വാസം എന്നും അതിരസം എന്നും അതുപോലെ ദ്രബി എന്നൊക്കെയാണ് അവിടെ വസ്ത്രധാരണ വിളിച്ചിരുന്ന പേരുകൾ. ഓക്കെ, ഇത് ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? കോട്ടണിൽ നിന്നാണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? പരുത്തിയിൽ നിന്നും അതുപോലെ തന്നെ ഊളിൽ നിന്നും അനിമലിന്റെ ഹൈഡിൽ നിന്നും അനിമലിന്റെ തോലിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്തത്, അവരുടെ വസ്ത്രധാരണം നടത്തിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. വാട്ട് വെയർ ദ ലിറ്റററി സോഴ്സസ് ഓഫ് ദ വേദിക് പീരീഡ്? അവരുടെ ലിറ്റററി സോഴ്സസ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അവിടെ എങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള പീപ്പിൾസ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we have two types of sources of study the early Vedic period, literary and archaeology sources. രണ്ട് തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് we have two types ആണ്. രണ്ട് ടൈപ്സിൽ നിന്ന് ഇവരുടെ ലിറ്റററി സോഴ്സസ് അല്ലെങ്കിൽ ഇവർ എങ്ങനെയൊക്കെയായിരുന്നു, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലൂടെയാണ്. ഒന്നാമത്തത് ലിറ്റററി സോഴ്സസും ആൻഡ് അനദർ വൺ ആർക്കിയോളജി സോഴ്സസും ആണ്. രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ലിറ്റററി സോഴ്സസിനെ രണ്ടായിട്ട് തിരിക്കാൻ കഴിയും. ഒന്ന് ആർക്കിയോളജി സോഴ്സസും അതുപോലെ തന്നെ ലിറ്റററി സോഴ്സസും ആയിട്ട് തിരിക്കാൻ കഴിയും. ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ among the literary sources we may first refer to 4 Vedas: ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവവേദ. ഇങ്ങനെ 4 വേദങ്ങളായിട്ടാണ് ലിറ്റററി സോഴ്സിന് തിരിക്കുന്നത്. ആർക്കിയോളജി സോഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കിയോളജിക്കൽ റിമൈൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, സീൽസ്, പോട്ടറി, സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെന്റ്സ്. ഓക്കെ, അപ്പൊ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലിറ്റററി സോഴ്സസ് എന്നും ആർക്കിയോളജി സോഴ്സസ് എന്നും. ലിറ്റററി സോഴ്സും ആർക്കിയോളജി സോഴ്സസും എന്നാണ്. ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ ഋഗ്വേദ പീപ്പിൾസിന്റെ എന്തൊക്കെയായിരുന്നു? ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവേദ, ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള സോഴ്സസ് ആയിട്ടും അതുപോലെ ആർക്കിയോളജി സോഴ്സസിൽ നമുക്കറിയാം കുറെ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. വാട്ട് ആർ ദ ലിറ്റററി സോഴ്സസ് ഓഫ് ദ വേദിക് പീപ്പിൾ? അല്ലെ, വേദിക് പീരീഡിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെയാണ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. വി ഹാവ് 2 types of sources of study early Vedic period, ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ലിറ്റററി സോഴ്സസ് ആയിട്ടും ആർക്കിയോളജി സോഴ്സസ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് ഒരു ഋഗ്വേദ പീപ്പിളിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിലും നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഋഗ്വേദ പീപ്പിളില് അതുപോലെ തന്നെ എങ്ങനെയാണ് ഋഗ്വേദങ്ങളിലൂടെയും സമവേദങ്ങളിലൂടെയും യജുർവേദങ്ങളിലൂടെയും അഥർവേദങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിറ്റററി സോഴ്സസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആർക്കിയോളജി സോഴ്സസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആർക്കിയോളജി റിമൈൻസ്, പുരാവസ്തു വകുപ്പിന്റെ കീഴില്, ഇൻസ്ക്രിപ്ഷൻസിന്റെ കീഴില്, സീൽസ്, അതുപോലെ പോട്ടറി, സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെന്റ്സ്, അങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും, ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം ലിറ്റററി സോഴ്സസ്. ഋഗ്വേദ പീപ്പിൾ അറിയാലോ നിങ്ങൾക്ക്, ഋഗ്വേദങ്ങളിലുള്ളായിരുന്ന എന്തൊക്കെയാണ് ഋഗ്വേദ എന്നും സമവേദ, യജുർവേദ, അഥർവേദ, 4 വേദങ്ങളാണ്. വേദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്, ടു നോ, അല്ലെ? ദ വേദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു നോ എന്നാണ്. ദ വേർഡ് വേദ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് വിത്ത്. വിത്ത് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. വിത്ത് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് പദത്തിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. which means to know. The Vedas are essentially of completion, prayers and hymns. അതായത് വേദങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, പ്രേയേഴ്സ് ആണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും അതുപോലെ തന്നെ അതിൻ്റെതായ രീതികളിലൂടെയാണ് എന്ത് പോകുന്നത്, വേദങ്ങൾ കടന്നു പോകുന്നത്. ഓഫേർഡ് ബൈ ഡിഫറെന്റ് ഫാമിലീസ് ഓഫ് പോയറ്റ്സ് ആൻഡ് സാഗ്സ് ആൻഡ് ഡിഫറെന്റ് ഗോഡ്സ്. ഈ വേദങ്ങളിൽ ധാരാളം എന്തുണ്ട്, ഗോഡുകളും ഒക്കെ ഉണ്ട്. ദീസ് 4 വേദാസ് ആർ ആൾസോ സംഹിതാസ്. ഈ 4 വേദങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംഹിതാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ 4 വേദങ്ങൾ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു, സംഹിതാസ് ആണ്. ഇൻ ദിസ് സെൻസ് ദാറ്റ് വേദാസ് ആർ സംഹിതാസ്. അപ്പൊ 4 വേദങ്ങൾ അറിയപ്പെടുന്ന പേര് സംഹിത. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല,
നമ്മുടെ ലേറ്റർ വേദിക്കിലുള്ള ആ പീപ്പിൾസിനെ അറിയാൻ കഴിയുന്ന 2 തരത്തിലൂടെയാണ് ലിറ്റററി സോഴ്സസിലൂടെയും ആർക്കിയോളജി സോഴ്സസിലൂടെയും. ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ 4 വേദങ്ങളാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവവേദ. ദ വേർഡ് വേദ, വേദ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് എന്താണ്? വിദ് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ടു നോ, അർത്ഥം എന്ന് പറയുമ്പോൾ ടു നോ, അറിയുക, അല്ലെ? ടു നോ, അറിയുക എന്നാണ്. ഈ 4 വേദങ്ങളെയും കൂടെ പറയുന്ന പേരാണ് സംഹിതാസ് എന്നാണ് അറിയപ്പെടുന്നത്. 4 വേദങ്ങൾ അറിയപ്പെടുന്ന പേര് സംഹിതാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദ പീപ്പിൾ റെപ്രസെന്റ് ബോത്ത് ദീസ് ബുക്സ് ബിലോങ് ടു കോമൺ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ദ മൈഗ്രേറ്റഡ് ഫ്രം ദ ഏഷ്യ ടു ഇറാൻ ടു ഇന്ത്യൻ സബ് കോൺ. ദീസ് പീപ്പിൾ വേർ, നമുക്കറിയാം ഏഷ്യയിൽ നിന്ന് ഇറാനിലോട്ട് എന്ത് ചെയ്തു കുടിയേറി പാർത്ത ആൾക്കാരെ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ അവരെ വിളിച്ചിരുന്ന പേരാണ് ആര്യൻസ് എന്ന് നമ്മൾ അറിയപ്പെട്ടു, അല്ലെ? ആര്യൻസ് എന്നാണ്. അത് ആര്യൻ ജനവംശം അല്ലെങ്കിൽ ആര്യവംശം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഏഷ്യയിലേക്ക് എന്ത് ചെയ്യുന്നത് കുടിയേറി പാർത്തതെന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിവിടെ വേണ്ടത് ലിറ്റററി സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വേദങ്ങളാണ്. ഋഗ്വേദം, അതുപോലെ സമവേദം, യജുർവേദം, അഥർവേദം. ഇനി ആർക്കിയോളജി സോഴ്സസ് എന്തൊക്കെയാണ്? ആർക്കിയോളജി സോഴ്സസ് ചോദിച്ചു കഴിഞ്ഞാൽ സം ആർക്കിയോളജി സോഴ്സസ് ആർ ഇൻഫർമേഷൻ ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻക്ലൂഡ്. അതായത് ധാരാളം എന്താണ് ആർക്കിയോളജി സോഴ്സ്, പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിൽ ധാരാളം വകുപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറിയാനായിട്ട് കഴിയും. അതായത് ധാരാളം സവിശേഷതകളുണ്ട് ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്നും, ഇൻസ്ക്രിപ്ഷൻസ്, സീൽസ്, പോട്രി, സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെന്റ്സ്. ആർക്കിയോളജി സോഴ്സസ് ഏതൊക്കെയായിരുന്നു? ആർക്കിയോളജി റിമൈൻസ്, പുരാവസ്തു അവശിഷ്ടങ്ങള്. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ലിഖിതങ്ങൾ, അല്ലെ? അതുപോലെ തന്നെ സീൽസ്, മുദ്രകള്. പോട്ടറി എന്ന് പറയുമ്പോൾ കളിമൺ പാത്രങ്ങൾ. സ്കൾപ്ചേഴ്സ്, മോണുമെന്റ്സ്, അല്ലെ? മോണുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിൽഡിങ്സുകൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ, അങ്ങനെയുള്ള. അപ്പൊ നോക്കാം, ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹാരപ്പൻ സിവിലൈസേഷൻസ് ആസ് എ ഗ്രേറ്റ് ബാത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വലിയ സ്നാനഘട്ടം എന്നും, അതുപോലെ തന്നെ കുളിപ്പുര എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഹാരപ്പനില്, അല്ലെ? അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള പീപ്പിൾസിന്റെ എന്താണ് പ്രത്യേകതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹാരപ്പൻ പീപ്പിൾസ് റിലീജിയൻ ആൻഡ് പ്രാക്ടീസ്. ഇവർ എന്ത് ചെയ്തു? ഇവർക്ക് പീപ്പിൾസിന് എന്തുണ്ട്? റിലീജിയൻ എന്ന് പറയുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ ഇവർക്ക് പ്രാധാന്യമുണ്ട്, അല്ലെ? മതപരമായ കാര്യങ്ങളിലൂടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് അറിയാൻ കഴിയുന്നത് എവിടെ കൂടെയാണ്? ഇവർ ചെയ്തു വെച്ചിരുന്ന ലിഖിതങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് മതപരമായ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? അറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ലിഖിതങ്ങളിലൂടെയാണ്. പിന്നെ സീൽസ്, ധാരാളം സീൽസ്, മുദ്രകള്. അതായത് ഇവർക്ക് അളവ് തൂക്ക കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടായിരുന്ന കുറെ മുദ്രകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് അതിന്റെ അർത്ഥം അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് വ്യാപാര മേഖലകളിലൊക്കെ അവർ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. സീൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പോട്ടറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? കളിമൺ പാത്രങ്ങൾ, അല്ലെ? കളിമണ്ണിലുണ്ടായിരുന്ന പാത്രങ്ങളല്ലേ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇവർക്ക് അതിനുള്ള സ്കിൽ ഉണ്ടായിരുന്നു, അല്ലെ? പോട്ടറിയിൽ അല്ലെങ്കിൽ അതിനുള്ള വൈദഗ്ധ്യം ഇവർക്കുണ്ടായിരുന്നു. ഇവർക്കെന്ന് പറയുന്നത് ആർക്കാണ്? ഏർലി വേദിക് പീരീഡിനെ നമ്മൾ പഠിക്കുകയാണ്, അല്ലെ? ഋഗ്വേദിക് പീപ്പിളിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ ഡിസ്റ്റിങ് എന്താണ് സ്റ്റൈൽ ഓഫ് പോട്ടറി ഫൗണ്ട് ഡിഫറെന്റ് സൈറ്റ്സ്. ഇയർലി വേദിക് പീരീഡിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തി? പോട്ടറി എന്ത് ചെയ്തു? കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം കളിമൺ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ റീജിയണൽ ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും മതപരമായ ട്രഡീഷൻസ്, അതുപോലെ പാരമ്പര്യങ്ങൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ട്രേഡ് പാറ്റേൺസ്, കൾച്ചറൽ ഇന്ററാക്ഷൻസ്. അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. അതില് കൊത്തുപണികൾ ചെയ്യാനും ചായം പൂശാനും ഒക്കെ ഉള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെയൊക്കെ അർത്ഥം അവർക്ക് അതിനൊക്കെ ഉണ്ടായിരുന്ന വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെന്റ്സ്. ദ ഡാൻസിങ് ഗേൾ പ്രീ ഹിസ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ഒരു രൂപം പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഡാൻസിങ് ഗേൾ, ദ പ്രീ ഹിസ്റ്റോറിക് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ഫൗണ്ട് മോഹൻജോദാര ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആർക്കിയോളജി സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സ്, പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ അല്ലെ ഒരു പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് അതിനും എന്തുണ്ട്? സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ശിലകൾ, അല്ലെ? സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ വാസ്തുവിദ്യയിലും അതുപോലെ തന്നെ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നതിലും കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ള 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവേദ.
വേദാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ടു നോ. വിദ് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന പദം ഉണ്ടായത്. ടു നോ. ആർക്കിയോളജി സോഴ്സസ് എന്ന് പറയുമ്പോൾ ആർക്കിയോളജിക്കൽ റിമൈൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, സീൽസ്, പോട്രി, സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെന്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്തുനിന്ന് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അതായത് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം കളിമൺ മൺപാത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് രാജൻ ഇൻ രാജൻ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? രാജാവ് അല്ലെ? രാജാവിന് ഏർലി വേദിക് പീരീഡില് രാജാവിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു, പ്രാധാന്യം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു പ്രാധാന്യം? ദ ഹെഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ ദ ജന അല്ലെ? ജന എന്ന് പറയുന്നത് ആരാണ്? ജനങ്ങൾ അല്ലെ? അവരുടെ ഹെഡാണ്. ജനങ്ങളുടെ ഹെഡിനെയാണ് എന്ത് വിളിക്കുന്നത്? രാജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജനങ്ങളുടെ ഹെഡിനെ എന്ത് വിളിച്ചു? രാജൻ എന്നാണ് വിളിച്ചത്. ദ പീപ്പിൾ റിഗാർഡഡ് രാജൻ ദിയർ പ്രൊട്ടക്ടർ. ജനങ്ങൾ വിശ്വസിച്ചിരുന്നു തങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെ, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ടർ, ഒരു സംരക്ഷകനായിരുന്നു ആര്? രാജൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് പീരീഡ് there was no real king or a proper state structure. രാജൻ was also known as ഗോപതി ജനസയ അല്ലെങ്കിൽ ജനസിയ ഗോപ. രാജാവിനെ അറിയപ്പെട്ടുന്ന പേരെങ്ങനെയായിരുന്നു? ഗോപതി ജനസിയ അല്ലെങ്കിൽ ജനസിയ ഗോപ എന്ന് അറിയപ്പെട്ടു. സിൻസ് ഹി വാസ് റിഗാർഡഡ് ടു ലീഡർ. ഇദ്ദേഹമാണ്, രാജാവിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. രാജാവിനാണ് രാജ്യത്തിന്റെ മെയിൻ പവർ എന്നുണ്ടായിരുന്നത്. രാജാവ് ജനങ്ങളെ എന്ത് ചെയ്തിരുന്നു? പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പ്രൊട്ടക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സംരക്ഷിച്ചിരുന്നു. ഓക്കെ, ഹെഡായിരുന്നു, രാജാവായിരുന്നു. നമ്മുടെ എന്താന്ന് പറയുന്നത്, സമൂഹത്തിന്റെ എന്തെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത് രാജാവായിരുന്നു. fought mostly for the control cattle wealth and nor territory. These wars are fought by Rajan behind his jana. There were two assemblies. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 2 അസംബ്ലീസ് ഉണ്ട്. അവരുടെ ഭരണം പഠിച്ചപ്പോൾ, അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് 2 അസംബ്ലീസ് ഉണ്ടായിരുന്നു, സഭയെന്നും സമിതി എന്നും. ഓക്കെ, സഭയും സമിതി അവരെ എന്ത് ചെയ്തു? രാജാവിനെ ഹെൽപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അഡ്മിനിസ്ട്രേഷനിൽ, ഭരണത്തിന് എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ രാജാവിനെ സഹായിച്ചിരുന്ന 2 സഭകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? സഭയും സമിതി എന്ന് പറയുന്നത്. ഓക്കെ, ദ രാജൻ വാസ് ആൾസോ അസൈൻഡ് ബൈ ദ പുരോഹിത. രാജാവ് എന്ത് ചെയ്യുന്നു? ആരെ അസൈൻ ചെയ്തു പ്രവർത്തിച്ചോ? പുരോഹിത അല്ലെ, പ്രീസ്റ്റിന്. ദ ഡേറ്റ് അഡ്മിനിസ്ട്രേഷൻ സിൻസ് ദർ വാസ് നോ കോൺസെപ്റ്റ്. സഭയും അതുപോലെ തന്നെ സമിതിയിലെയും സഭയിലെ കാര്യങ്ങൾ എന്ത് ചെയ്തു? പരിശോധിച്ചതിന് ശേഷമാണ് അവർ ഭരണത്തിൽ എന്ത് ചെയ്തത്? അവര് ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. മെയിൻറ്റെയിൻ ആൻ ആർമി. രാജൻ ഡിഡ് നോട്ട് മെയിൻറ്റെയിൻ ആൻ ആർമി. ഒരു സൈന്യത്തെ എന്ത് ചെയ്തിരുന്നില്ല? നിലനിർത്തി കൊണ്ടുപോയിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു സൈന്യം ഒന്നും അവർ എന്ത് ചെയ്തിരുന്നില്ല? നിലനിർത്തിയിരുന്നില്ല. കാരണം എന്താണ്? അതിനുള്ള ഒരു ഇതൊന്നും അവർക്കില്ലായിരുന്നു. അവരെവിടെ പറയുന്നുണ്ട് സഭയ്ക്കും സമിതിക്കും അല്ലെങ്കിൽ 2 അസംബ്ലീസിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ് ടെറിട്ടറിക്കോ അല്ലെങ്കിൽ അതുപോലെ രാജാവ് എന്താണ്, രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു മെയിൻറ്റെയിൻ ആർമീനെയൊക്കെ എന്ത് ചെയ്തിരുന്നില്ല? നിലനിർത്തി കൊണ്ടുപോയിട്ടില്ല. അതായിരുന്നു നമ്മുടെ ഏർലി വേദിക് പീരീഡിലെ പീപ്പിൾസിന്റെ എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സഭയും അതുപോലെ തന്നെ സമിതിയും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിയ രാജാവിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു? രാജാവായിരുന്നു ഹെഡ് അല്ലെ? രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരായിരുന്നു? രാജാവായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നത് എങ്ങനെയായിരുന്നു? ദ പീപ്പിൾ റെഗുലർ രാജൻ ദെയർ പ്രൊട്ടക്ടർ ആയിരുന്നു. ഒരു രാജാവ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം എന്താ ചെയ്തു? ജനത്തെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പ്രൊട്ടക്ട് ചെയ്യുക. രാജാവ് ജനങ്ങളുടെ സംരക്ഷകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു റിയൽ കിങ് ആയിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരെങ്ങനെയായിരുന്നു? ഗോപതി ജനസിയ അല്ലെങ്കിൽ ജനസിയ ഗോപ എന്ന് വിളിച്ചിരുന്നു. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? സഭയെന്നും സമിതി നേരത്തെയും പഠിച്ച 2 അസംബ്ലീസ് ഉണ്ടായിരുന്നു. രാജൻ വാസ് ആൾസോ അസോസിയേറ്റ് ബൈ ദ പുരോഹിതനുമായിട്ട് അതിനെ അസൈൻ ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത്. സിൻസ് ദർ വാസ് നോ കോൺസെപ്റ്റ്, ഒരു എന്തെന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ആർമിയെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? കീപ്പ് ചെയ്ത് പോയിട്ടില്ല. സഭയ്ക്കും സമിതിക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്, പക്ഷെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ഒന്ന് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയിരിക്കെ. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ആദ്യം നമ്മൾ നോക്കിയത് സൈലന്റ് ഫീച്ചേഴ്സ് ആണ്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, കാറ്റൽ റിയറിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഏർലി വേദിക് പീരീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? റിലീജിയൻ, ഫാമിലി, ഇക്കോണമി, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ക്ലോത്തിങ് നോക്കി, അവരുടെ വസ്ത്രധാരണ രീതി വരെ നോക്കി.
അത് കഴിഞ്ഞതിന് ശേഷം അവരെ കുറിച്ച് എങ്ങനെയൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിറ്റററി സോഴ്സസിലൂടെയും കിട്ടും, അതുപോലെ തന്നെ ആർക്കിയോളജി സോഴ്സസിലൂടെയും നമുക്ക് കിട്ടും. 2 സോഴ്സസിലൂടെ നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കി അതിനകത്തും സബ് കാര്യങ്ങളുണ്ട്, ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവേദ. ആർക്കിയോളജി സോഴ്സിലോ സീലുകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് സ്കൾപ്ചേഴ്സും മോണുമെന്റ്സും പോട്ടറി അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കി രാജാവിന്റെ പ്രാധാന്യം, സമൂഹത്തിൽ രാജാവിന്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാവ് ഹെഡായിരുന്നു അല്ലെ, രാജാവായിരുന്നു ഹെഡ്, രാജാവിനാണ് പ്രാധാന്യം. ഒരു പ്രൊട്ടക്ടർ എന്ന നിലയിൽ രാജാവ് എന്ത് ചെയ്തു, ജനങ്ങളെ സംരക്ഷിച്ചു പോന്നു. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഒരു 5-6 ഓൺവേഡ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കിങ്ഷിപ്പ് യൂണിറ്റ് ആർ ലേബിൾഡ്. കിങ്ഷിപ്പിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ടെക്സ്റ്റിലുണ്ട്, കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യാനാണ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കിങ്ഷിപ്പ് യൂണിറ്റിനെ എന്ത് വിളിച്ചു? ഗോത്ര എന്നാണ് അറിയപ്പെട്ടത്. കിങ്ഷിപ്പിന്റെ യൂണിറ്റിനെ വിളിച്ച പേരെന്താണ്? ഗോത്ര എന്ന് വിളിച്ചു. Cattle was the chief measures of wealth and wealthy. Man who owned many cattle was called ഗോമതി. ധാരാളം കാറ്റിൽസ് ഉള്ള അല്ലെങ്കിൽ അനിമൽസ് ഉള്ളവരെ അല്ലെങ്കിൽ എന്താണ് കന്നുകാലികൾ ഉള്ള അവരെ വിളിച്ച പേരെന്തായിരുന്നു? ഗോമതം എന്നാണ് വിളിച്ചത്. എന്തെന്ന് വിളിച്ചു? ഗോമതം എന്ന് വിളിച്ചു. ഇതൊക്കെ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ദ വേരിയർ കാറ്റഗറി അല്ലെ, യുദ്ധത്തിന് പോകുന്ന കാറ്റഗറി എന്ന് വിളിച്ചു രാജനീയ. എന്തെന്ന് വിളിച്ചു? രാജനീയ. ദ ബേസിക് സോഷ്യൽ യൂണിറ്റ്, ഒരു സോഷ്യൽ യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള സോഷ്യൽ യൂണിറ്റിനെ വിളിച്ച പേര് കുല. ബേസിക് സോഷ്യൽ യൂണിറ്റിനെ വിളിച്ച പേര് കുല എന്ന് വിളിച്ചു. ദ വേർഡ് വേദ, നേരത്തെ പറഞ്ഞു. ദ വേർഡ് വേദ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടു നോ, ടു നോ, അറിയുക അല്ലെ, വേദത്തെ അറിയുക എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? വേദ എന്ന് പറയുന്ന വേർഡ് വന്നത്. ഇത്രയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഓൺ വേർഡ്. അപ്പൊ നമ്മൾ ആ ഓൺ വേർഡ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠത്തിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ക്ലാസ് ഒന്ന് കേൾക്കുക. കുറച്ച് വൈഡാണ്, കാരണം വൈഡ് ക്ലാസ് കാണാൻ മിക്കവർക്കും ഇഷ്ടമല്ല. പക്ഷെ വൈഡ് ക്ലാസ്സിലാണ് നമുക്ക് എന്ത് വരുന്നത്, കുറെ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നതും അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു പോർഷനും അല്ല. ഹിസ്റ്ററിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ടെക്സ്റ്റ് എടുത്ത് വെച്ച് ഈ ഒരു ക്ലാസ് കൂടെ എന്ത് ചെയ്യുക, സ്പീഡിലൊന്ന് ഇട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ സ്പീഡ് കൂട്ടാമല്ലോ, അങ്ങനെ ഒന്ന് ഇട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ് ഒന്ന് കേൾക്കുക. നിങ്ങളുടേതായ രീതിയിൽ ലെക്ചർ നോട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഒരുപാട് ടോപ്പിക്സ് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ടുള്ള ഒരു പാഠമാണ്. ധാരാളം ടോപ്പിക്സ് ഉള്ള ഒരു പാഠമാണ്. കാരണം ഇതിനുള്ളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാം രാജാവിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു അല്ലെ, അതുപോലെ സഭ എന്താ, സമിതി എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. വേറൊന്നും പറയാനില്ല. എന്നും പറയുന്ന പോലെ തന്നെ ലെക്ചർ നോട്ട് എഴുതി പഠിക്കുക. അപ്പം വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.